ജ്യോതിഷവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇതാണ് ഇപ്പോഴത്തെ പ്രധാന ഒരു ചർച്ച. ഇതിൽ ആളുകൾ ചോദിക്കുന്നത്, വിശ്വസിക്കാത്തവർ ചോദിക്കുന്നത് ജ്യോതിഷം സത്യമാണോ എന്നും, എന്നാൽ വിശ്വസിക്കുന്നവർ ചോദിക്കുന്നത് ഒരു ജ്യോത്സ്യന്റെ ആവശ്യം എന്താണ്. എനിക്ക് എയുടെ അടുത്ത് ചോദിച്ചാൽ, ChatGPT ചോദിച്ചാൽ എൻ്റെ ജാതകവും എല്ലാം അനലൈസ് ചെയ്ത് കിട്ടുന്നുണ്ടല്ലോ, ഭാവി എല്ലാം കിട്ടുന്നുണ്ട്, അപ്പോൾ പിന്നെ ജ്യോതിഷന്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ളൊരു കമ്പാരിസൺ കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത്. ജ്യോതിഷം എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു പാറ്റേൺ റെക്കഗ്നീഷൻ നടത്തിയതാണ്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റും നമ്മുടെ പല കാര്യങ്ങളും സംഭവിക്കുന്നു. ഏറ്റവും ചെറുതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മഴ വരുന്നതിനെ കുറിച്ച് പറയാം. മഴ പോകുന്നത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു പണ്ട് കാലങ്ങളിൽ. കാർമേഘം വരുന്നു, തണുത്ത കാറ്റ് വരുന്നു, ആകാശം ഇരുണ്ടു എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ മഴ വരുന്നു എന്ന് മനസ്സിലാക്കിയത്. ഇതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് സാറ്റലൈറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും. ഈ കാർമേഘങ്ങളുടെ ഘടനയും എപ്പോൾ മഴ പെയ്യുന്ന എല്ലാ പ്രഡിക്ഷൻ ഉണ്ട്. എന്നിട്ടും അതിലെ ആക്യുറസി എത്രത്തോളമാണ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു പാറ്റേൺ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാണ്. നമ്മുടെ പ്രപഞ്ചത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ സംഭവങ്ങളും നടക്കാൻ മുമ്പും, ഇപ്പോൾ മഴ വരുന്നതിന് മുമ്പ് തന്നെ പല ജീവികളും ഇഴജന്തുക്കളും പല ജീവികളും പക്ഷികളൊക്കെ കൂട്ടിയെ കയറുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രപഞ്ചത്തിൽ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളിലുള്ള പാറ്റേൺ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ പാറ്റേൺ കണ്ടുപിടിക്കുന്നതിലൂടെ അത് 100% ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതിലെ പ്രോബബിലിറ്റിയുടെ പെർസെൻറ്റേജ് കൂടിയും കുറഞ്ഞു നിൽക്കുന്ന പാറ്റേൺസ് ആണ്. ഇപ്പൊ നമുക്ക് മഴ വരുന്ന സമയത്ത് ഈ കാർമേഘവും തണുത്ത കാറ്റും വരുമ്പോൾ മഴ വരാനുള്ള പ്രോബബിലിറ്റി ചിലപ്പോൾ 50-60% ആയിരിക്കാം. എന്നിരുന്നാൽ നമ്മളൊരു സാറ്റലൈറ്റ് വിട്ടിട്ട് മുകളിൽ നിന്ന് നമ്മൾ ഈ ക്ലൗഡ്സിന്റെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്യുറസി ഒരു 90-95% ഉണ്ടായിരിക്കാം. അതായത് ഓരോ സൂചനകളിൽ നിന്നും ഓരോ പാറ്റേണിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന പ്രോബബിലിറ്റിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. എല്ലാം ഒരേ പ്രോബബിലിറ്റി ആണെന്ന് പറയാൻ പറ്റില്ല. ഇത് ഒരു എക്സാമ്പിളാണ്. ഇനി ഇതല്ലാതെ പല കാര്യങ്ങളും നമുക്ക് പാറ്റേൺ പല കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പം ഈ ജ്യോതിഷം എന്താണെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സും ആസ്ട്രോണമിയും ഒരു പ്രോബബിലിറ്റി അനാലിസിസും നടത്തലാണ് ഹ്യൂമൻ ഇൻറ്റ്യൂഷൻ വഴി. ഇതാണ് ജ്യോതിഷം എന്ന് പറയാം. ഇത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ആയിരക്കണക്കിന് വർഷം എടുത്ത് പല പല ഋഷിമാർ, ഇപ്പം ഋഷിമാരെന്ന് പറയുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോഴത്തെ റിസർച്ച് നടത്തണം, PhD നടത്തുന്ന ആളുകളുടെ പോലത്തെ ആളുകളായിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പോഴത്തെ പോലെ യൂണിവേഴ്സിറ്റികളോ PDF നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഈ പേപ്പർ സബ്മിറ്റ് ചെയ്യുന്ന സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തിലെ ഋഷികൾ അങ്ങനത്തെ രീതിയിലുള്ള റിസർച്ച് വർഷങ്ങളോളം നടത്തി ഡാറ്റ അനാലിസിസ് നടത്തി കണ്ടുപിടിച്ചൊരു സംഭവം. ഇത് 100% ശരിയാണോ എന്ന് ചോദിച്ചാൽ ആക്യുറസിയിലെ കാര്യത്തിൽ നമുക്ക് 100% പറയാൻ പറ്റില്ല. കാരണം കാലഘട്ടങ്ങൾക്കനുസരിച്ച് ഇത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്ന് ഇതിൻ്റെ ആക്യുറസി കൂട്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെന്താണ് ഈ മാത്തമാറ്റിക്സ്, ആസ്ട്രോണമി ആൻഡ് പ്രോബബിലിറ്റി അനാലിസിസ് എന്ന് ചോദിച്ചാൽ, മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്യുവറായിട്ട് നമുക്ക് ഇതിൻ്റെ ഓരോ പ്രോബബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ടുള്ള ഓരോ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിൻ്റെ പ്രശ്നമാർഗത്തിൽ പറയുന്ന പ്രകാരം ഈ ഗ്രഹങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഇന്ന രീതിയിൽ നിൽക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ പ്രോബബിലിറ്റി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യേണ്ട കുറേ ഡിഗ്രിയും കാര്യങ്ങളും വിഷയങ്ങളൊക്കെയാണ്, അതനുസരിച്ചൊക്കെയാണ് പറയുന്നത്. അതുകൂടാതെ നമുക്ക് പിന്നെ പറയുന്നത് ആസ്ട്രോണമി, അത് നമുക്ക് ഓൾറെഡി ഗ്രഹങ്ങളുടെ പൊസിഷൻ്റെ കാര്യങ്ങളൊക്കെയാണെന്ന് പറയാം. പിന്നെയാണ് വരുന്നത് പ്രോബബിലിറ്റി അനലൈസ് ചെയ്യുക, ഹ്യൂമൻ ഇൻറ്റ്യൂഷൻ. പ്രോബബിലിറ്റി അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് ഒരാൾ വന്നിട്ട് എനിക്ക് എൻ്റെ പ്രണയിച്ച ആളെ വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് ചോദിക്കണ സമയത്ത് ഒരൊറ്റൊരു രാശി 7ാം ഭാവം മാത്രം എടുത്തുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ഫലം പറയാൻ പറ്റില്ല. കിട്ടിയ രാശിയുടെ ഫലം നോക്കണം, 7ാം ഭാവം നോക്കണം, 7ാം ഭാവത്തിൽ ഇരിക്കുന്ന ഗ്രഹം ഏത്, 7ാം ഭാവാധിപൻ എവിടെ, അതിലേക്കുള്ള വീക്ഷണം ചെയ്യുന്ന ഗ്രഹങ്ങൾ ഏത്, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കണ സമയത്ത് നമ്മൾ അതിൻ്റെ അംശകം, അതല്ല എന്നുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന ഗ്രഹങ്ങൾ എത്ര ഡിഗ്രിയിലാണ്, അത് ഡിഗ്രി ഈ രാശി കഴിയാറായോ, ആ ഗ്രഹത്തിന് ആ നിൽക്കണ രാശിയിൽ ബലമുണ്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അനലൈസ് ചെയ്യണം. അതിന് പ്രോബബിലിറ്റി അനലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി വേണം. പിന്നെ ഹ്യൂമൻ ഇൻറ്റ്യൂഷൻ. കാരണം ഒരൊറ്റൊരു ഫലം പറയുന്നതിനായിട്ട് 5, 6, 10 പ്രമാണങ്ങൾ കമ്പയർ ചെയ്ത് ഒരുമിച്ച് അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നൊരു തീരുമാനം എടുക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു പ്രമാണപ്രകാരം നോക്കുമ്പോൾ 100% നടക്കാൻ സാധ്യതയും, അടുത്ത പ്രമാണപ്രകാരം അത് ഗുളികൻ്റെ കൂടി എങ്ങനെ നിൽക്കുന്ന സാഹചര്യം കാണുമ്പോൾ അതിന് ഒരു 30% പോലും ഒട്ടും ചാൻസ് ഇല്ല എന്ന് കാണുകയും, അങ്ങനെ ഒരു ടോട്ടൽ ഒരു 5, 6 സാധ്യതകൾ എടുക്കുമ്പോൾ 3 നടക്കുമെന്നും 2 നടക്കില്ല എന്നും, അപ്പോൾ ഈ നടക്കാൻ സാധ്യതയുള്ളത് എത്ര % വരെയാണ് അതിൽ സാധ്യത എന്നും ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ഹ്യൂമൻ ഇൻറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ തീരുമാനം എടുക്കണം. അവിടെയാണ് നമുക്ക് ആ ഒരു ചൈതന്യം, ദൈവികത വേണ്ടത്. അതല്ലാതെ ബാക്കിയുള്ള രീതിയിൽ നോക്കുമ്പോൾ പ്യുവർ മാത്തമാറ്റിക്കലി നമുക്കിത് ഒരു ജ്യോത്സ്യം പഠിച്ച ആൾക്ക് പറയാം. പക്ഷെ ഇതിൽ നിന്ന് ഏത്
എടുത്ത് ഏത് ചിന്തിച്ച് ഏത് റിസൾട്ട് പറയണം എന്നുള്ളത് പറയണമെങ്കിൽ നമുക്കൊരു ചൈതന്യം വേണം ഈ ജ്യോത്സ്യന്. അവിടെയാണ് ഈ ഉപാസന നമ്മുടെ പാരമ്പര്യം കാര്യങ്ങൾക്കൊക്കെ ഫലം വരുന്നത്. അതല്ല പഠിച്ച കണക്കുകൾ മാത്രം നോക്കി പറയാനാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴാണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു 5 കാര്യങ്ങളിൽ 3 ശരിയും 3 തെറ്റിനെയും സപ്പോർട്ട് ചെയ്യുമ്പോൾ ഏത് ഡിസിഷൻ എടുക്കുന്നുള്ളൊരു പ്രശ്നം വരുന്നത്. പിന്നെ ഇതിൻ്റെ നമ്മൾ റൂട്ട് നോക്കുമ്പോൾ ഇത് ഏകദേശം 2000-1500 BCEയിലാണ് വേദിക് ആസ്ട്രോളജി സ്റ്റാർട്ട് ചെയ്യുന്നത് പറയാം. ആ സമയത്ത് ഈ ആസ്ട്രോണമിയും ബേസിക് പാറ്റേൺ റെക്കഗ്നിഷനും ഒക്കെ നടത്തിയിട്ടുള്ള ഒരു രീതിയിൽ കണ്ടുപിടിച്ച് പോയി. അതിന് പിന്നീട് 5th സെഞ്ചുറിയിലാണ് വരാഹമീരം കുറച്ചും കൂടി സ്റ്റാൻഡർഡൈസ്ഡ് ആക്കിയത്. ഏകദേശം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഗ്രഹങ്ങളുടെ പൊസിഷനും കാര്യങ്ങളും അനുസരിച്ചൊക്കെയുള്ള ഒരു ഫലപ്രവചനത്തിലുള്ള ഒരു പാറ്റേൺ അദ്ദേഹം ഇത് എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ ജാതകവും സമയം എല്ലാം എടുത്ത് ആ സമയത്ത് ഇത്ര ആളുകളുടെ ജീവിതത്തിൽ ഒരേപോലെ ഇതുപോലെ നടക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു സ്റ്റഡി നടത്തിയിട്ട് ഒരു പാറ്റേൺ കണ്ടുപിടിച്ചാണ്. അങ്ങനെ അദ്ദേഹം ബൃഹത് സമയതയും ബൃഹത് ജാതകമൊക്കെ എഴുതി ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആക്കി, നിമിത്തം ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പറയേണ്ട ഒരു കാര്യങ്ങൾ. അതിനുശേഷം നമുക്കൊരു 8th സെഞ്ചുറിയോട് കൂടി നമ്മുടെ പരാശര മഹർഷി വന്ന് കുറച്ചും കൂടി ഇതിനെ സ്റ്റാൻഡർഡൈസ്ഡ് ആക്കി, കുറച്ചും കൂടി ഇതിനെ ഡെവലപ്പ് ചെയ്തു. അതായത് ഇതിൻ്റെ ആക്യുറസി കൂട്ടി വരികയാണ്. അവരൊക്കെ ഇതിനെ സ്റ്റഡി ചെയ്ത് ഇതിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. പിന്നീട് ഒരു 10th സെഞ്ചുറിയോട് കൂടിയിട്ടാണ് നമ്മുടെ ഭൃഗു മഹർഷി അദ്ദേഹം വന്നിട്ട് വീണ്ടും ഇതിനെ കുറച്ചും കൂടി ക്ലാരിറ്റി ഉള്ള കുറച്ചും കൂടി ആക്യുറസി കൂടുന്ന രീതിയിലാക്കി. പിന്നീടാണ് 14th സെഞ്ചുറിയിലായിട്ടാണ് പ്രശ്നമാർഗം വന്നത്. അത് കുറച്ചും കൂടി ഇപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുന്നൊരു ബുക്കാണ് പ്രശ്നമാർഗം. അപ്പോൾ ഈ പ്രശ്നമാർഗം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ആക്യുറസിയിൽ നമുക്ക് ഫലപ്രവചനം നടത്താനുള്ള രീതിയിൽ നല്ലൊരു ടെക്സ്റ്റാണ്. പിന്നീട് ഒരു 20th സെഞ്ചുറിയിലായിട്ട് KP സിസ്റ്റം വന്നു, കൃഷ്ണമൂർത്തി പദ്ധതി. അദ്ദേഹം വളരെയധികം മൈന്യൂട്ടായിട്ടുള്ള ഈ വ്യത്യാസങ്ങളനുസരിച്ചുള്ള പ്രഡിക്ഷനിൽ വളരെയധികം ആക്യുറസി കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. അപ്പം ഇപ്പോൾ ഇന്ന് നമുക്ക് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ആസ്ട്രോളജികളിൽ ഒരുപാടുണ്ടല്ലോ. ചൈനീസ് ഉണ്ട്, വെസ്റ്റേൺ ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്, ഗ്രീക്സിനുണ്ട്. അപ്പം ഇതിൽ കാലഘട്ടത്തിനനുസരിച്ച് ഇങ്ങനെ അപ്ഡേഷൻ നടത്തി, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച ഗ്രഹങ്ങളുടെ ഡിഗ്രികളൊക്കെ ഉണ്ടല്ലോ, മുമ്പേ നമ്മൾ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു, അതിൽ ആക്യുറസിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. എന്നാൽ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആക്യുറസിയിൽ ആ ഗ്രഹങ്ങളുടെ ഡിഗ്രി കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ വേണമെങ്കിൽ ഇപ്പോഴും നമുക്ക് അതിന് എഡിറ്റ് ചെയ്യാം, എന്നിട്ട് ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കാം. അത് വെറുതെ എഡിറ്റ് ചെയ്യല്ല, റിസർച്ച് നടത്തി ഇതെല്ലാം കറക്റ്റാണോ, നമ്മൾ ഒരുപാട് ആളുകളുടെ സമയവും കാര്യങ്ങളെല്ലാം വെച്ച് സ്റ്റഡി നടത്തണം. അപ്പം അങ്ങനെ അപ്ഡേഷൻസ് നടന്ന് ഏറ്റവും പീക്കിലെത്തി നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഒരുവിധം. എന്നാൽ ബാക്കിയുള്ള ആസ്ട്രോളജികളൊന്നും ഇതുപോലത്തെ രീതിയിൽ അപ്ഡേഷൻ നടന്ന് ഇത്രയധികം ആക്യുറസിയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇതിൽ നമുക്കൊരു പ്രോബിലിറ്റി വളരെ ഹൈ ആണെന്ന് പറയാം. അപ്പോൾ അടുത്ത ചോദ്യമാണ്, ഇത് തട്ടിപ്പാണെന്നുള്ളത് ചോദിക്കുമ്പോൾ ഇത് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കണം. ഇതൊരു പ്രോബബിലിറ്റി പറഞ്ഞു തരലാണ്. അതല്ലാതെ ഒരു പ്രശ്നം വെച്ചൊരു കാര്യം പറയുമ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്ന് 100% ഉറപ്പിച്ച് പറയല്ല. ഇങ്ങനെ നടക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതായത് മദ്യപിച്ച് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ മദ്യപിച്ച് പോകണ്ട, വണ്ടി ഓടിക്കേണ്ട, അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ ബൈക്കിൽ പോകണ്ട, നടന്ന് പോയാലും മതി, അല്ലെങ്കിൽ വല്ല വണ്ടി വിളിച്ച് ടാക്സി വിളിച്ച് പോയാലും മതി എന്ന് പറയും. അപ്പം അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ നിർബന്ധമായി നിങ്ങളെ വണ്ടി ഇടിക്കുമെന്നാണോ? അല്ല. കാരണം സാധ്യത, പ്രോബബിലിറ്റി ഹൈ ആണ്. കാരണം നിങ്ങളുടെ കോൺഷ്യസ്നെസ് അത് കുറഞ്ഞു, ശ്രദ്ധ കുറഞ്ഞു, നിങ്ങളുടെ ബോഡി വീക്കായി, നെർവസ് സിസ്റ്റം വീക്കായി. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ അറ്റ് എ ടൈം മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള കപ്പാസിറ്റിയിൽ വണ്ടികൾ വരുന്നത് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു പ്രോബബിലിറ്റി അവിടെ കൂടുതലാണ് ആക്സിഡൻറ്റ് ഉണ്ടാവാൻ. അപ്പോൾ അതുപോലെ ഹെൽമെറ്റ് വയ്ക്കാതെ പോയി കഴിഞ്ഞാൽ മരിക്കാൻ സാധ്യതയുണ്ട്. ഹെൽമെറ്റ് വയ്ക്കാണ്ട് പോയാൽ ആക്സിഡൻ്റ് ആയി എല്ലാവരും മരിക്കുന്നില്ല. പക്ഷേ സാധ്യത കൂടും. എങ്ങാനും ആ വീഴ്ചയിൽ നിങ്ങളുടെ തലയിടിച്ച് എല്ലാവരും മരിക്കുന്നുണ്ടോ? ഇല്ല. ആ ഇടിയുടെ ആഘാതം കൂടെ അനുസരിച്ച് മരിക്കുക. അപ്പോൾ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഇവിടെ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അപഹാരകാലത്ത്, ഒരു വർഷക്കാലത്ത് നിങ്ങൾക്ക് ജാതകപ്രകാരം നോക്കുമ്പോൾ നിങ്ങൾക്ക് അപകട സാധ്യത ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ അതിൽ നമ്മൾ പ്രമാണങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് തീപ്പൊള്ളലേൽക്കാണ് സാധ്യത എന്ന് വിചാരിക്കുക. അപ്പം ഇത് കണ്ടുപിടിച്ച് വായത്തൊന്നി വെറുതെ വിളിച്ച് പറയില്ല. ഇത് പറഞ്ഞില്ലേ, നമുക്ക് 2000 BCE മുമ്പ് ഇപ്പോൾ ഏകദേശം 4000 വർഷത്തെ റിസർച്ച് സ്റ്റഡി കൂടെ കണ്ടുപിടിച്ചൊരു പാറ്റേൺസ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ഈ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ തീപ്പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം എന്നാണ് ഒരു ജ്യോത്സ്യം പറയുക. അല്ലാണ്ട് തീപ്പൊള്ളലേൽക്കും എന്തായാലും നല്ല പറയണേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം?
ആ ഒരു വർഷക്കാലം നിങ്ങൾ തീയായിട്ട് ബന്ധപ്പെട്ട പരിപാടിക്ക് പോകേണ്ടിയിരിക്കുക. ഉണ്ടെങ്കിൽ തന്നെ വളരെയധികം ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ ആക്സിഡന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ബൈക്ക് യാത്ര, ഇപ്പം നിങ്ങൾ ജോലിക്ക് ബൈക്ക് പോവുകയാണ്, തൊട്ടടുത്ത് 5 കിലോമീറ്റർ 10 കിലോമീറ്ററിലൊക്കെ കഴിഞ്ഞാൽ പതുക്കെ പോയി ശ്രദ്ധിച്ച് വരിക. അതല്ലാതെ ലോങ് യാത്രകൾ ട്രിപ്പുകളൊക്കെ നിങ്ങൾ കുറയ്ക്കുക. അത് കാറിലാക്കുക, അല്ലെങ്കിൽ ട്രെയിനിലാക്കുക, ബസ്സിലാക്കുക. അങ്ങനെയുള്ള ആക്സിഡന്റ് ഓപ്ഷൻ കുറവുള്ള രീതികളിൽ പോവുക. അപ്പം ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പൊട്ടകാര്യങ്ങളെ കുറയ്ക്കാനും നല്ല കാര്യങ്ങളെ കൂട്ടാനുമുള്ള പ്രോബിലിറ്റി പറഞ്ഞുതരും. അപ്പം ഇത് കണ്ണടച്ച് വിശ്വസിക്കുക എന്നല്ല, നമ്മളെപ്പോഴും ചോദ്യം ചെയ്ത് സംശയ നിവാരണം നടത്തി പോകണം. ഇപ്പം ഞാനായാലും ഇത് പഠിക്കുന്ന സമയത്തൊന്നും കണ്ണടച്ച് വിശ്വസിക്കുകയല്ല ഉണ്ടായത്. ഓരോന്നും ഓരോ കാര്യങ്ങളും പരീക്ഷിച്ച് ശ്രമിച്ച് നോക്കി, ഇതിലൊക്കെ എത്രത്തോളം കാര്യങ്ങളുണ്ടെന്നെല്ലാം നോക്കി. ഇനി ഇതിനെ നമുക്ക് ഭാവിനെ മാറ്റാൻ പറ്റുമോ, ഈ വിധിനെ മാറ്റാൻ പറ്റുമോ വെച്ചാൽ ഇത് വിധി എന്നല്ല, പ്രോബബിലിറ്റി പറഞ്ഞിരുന്നു. മാറ്റാനും പറ്റുമല്ലോ. മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഞാൻ പറഞ്ഞില്ലേ, അതിനുള്ള കരുതലുകളൊക്കെ എടുത്ത് കാര്യങ്ങൾ ചെയ്താൽ മാറാം. പ്രധാനമായിട്ട് ഇത് ഫിസിക്കലി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മെൻ്റൽ പവറും കൂടിയാണ്. കാരണം ഒരു മാനസികമായിട്ട് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾക്ക് ഇതൊക്കെ ബാധിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവരുടെ അത് മനസ്സും പ്രപഞ്ചമായിട്ടുള്ള ഒരു കണക്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോയി നിങ്ങൾ ഫലപ്രവചനം കേൾക്കുമ്പോൾ ജ്യോതിഷം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഇത് കുറയ്ക്കാനായിട്ട് ഇന്നതൊക്കെ ചെയ്യണം, കുറയ്ക്കാൻ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കണം. ഇപ്പം അപകടം ഉണ്ടാവാൻ പോണു, നിങ്ങൾ ഇന്ന ഹോമം പൂജ്യം ചെയ്ത് അപകടം ഉണ്ടാവില്ല, അങ്ങനെ മാത്രം പറയാന്നല്ല, ഇതും ചെയ്യുക. അതിൻ്റെ ഒപ്പം നിങ്ങൾ അപകടം കുറയ്ക്കാനായിട്ടുള്ള രീതിയിലുള്ള ശ്രദ്ധ നമ്മുടെ ജീവിതം ചോദിച്ച് നിങ്ങൾ ബൈക്കിലാണ്, എങ്ങനെയാണ് യാത്ര ചെയ്യണം, ഇങ്ങനെയുള്ള അപകട സാധ്യത ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് ഇങ്ങനത്തെ രീതിയിൽ കൂടി പെരുമാറാം. അങ്ങനെ വേണം ജ്യോതിഷം പറഞ്ഞുതരാൻ. പിന്നെ മനസ്സിൻ്റെ ധൈര്യം എനിക്ക് ഉണ്ടാവില്ല, ഞാൻ ഇതൊക്കെ ചെയ്തു, ഞാൻ എത്ര കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ നമ്മളൊരു ചരട് കെട്ടുക, ഇപ്പോൾ ഒരാൾ നമുക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ട് നമുക്ക് ശക്തി ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാൾ വന്നിട്ട് ചരട് കെട്ടിയത് ഇനി നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല, ഇതിൽ നിങ്ങളുടെ ഫുൾ പ്രൊട്ടക്ഷനാന്ന് പറഞ്ഞാൽ ഫുൾ പ്രൊട്ടക്ഷൻ അതിന് കിട്ടിയത് വരില്ല. പക്ഷെ അത് നിങ്ങളുടെ മനസ്സിനെ ഭയങ്കര ശക്തിയാകും. അപ്പം അങ്ങനെ മനസ്സിന് സ്ട്രോങ് ആയി ഒരു ശക്തിയോട് കൂടി മനോബലത്തോടു കൂടി നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളൂടെ ഒപ്പം ചെയ്യുക. ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ഇനി ഒരു പ്രശ്നമില്ല, എല്ലാം കറക്റ്റായി എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തുക. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ അതും നിങ്ങളെ രക്ഷിക്കും. പിന്നെ ഈ സൂചനകളിൽ കൂടെ നിങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെ ശ്രദ്ധിച്ചു പോകാനും പറ്റും. അപ്പം ഇതാണ് പ്രധാനമായിട്ട് ജ്യോതിഷം. അപ്പോൾ ഇതിലിനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇത് എന്താ ബന്ധം ചോദിച്ചാൽ, ഇപ്പം പലരും നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഇട്ടിട്ട് ChatGPT എടുത്ത് ചോദിച്ചിട്ടൊക്കെ ജാതകം എടുക്കുന്നു. അവരുടെ സമയങ്ങൾ, അവരുടെ ഫലങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇത് എത്രത്തോളം ശരിയാണ്, ജ്യോതിഷന്മാർ ഇനി വേണ്ടല്ലോ എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. അപ്പോൾ സത്യത്തിൽ ജ്യോതിഷികൾ ഉറപ്പായിട്ടും AI ഉപയോഗിച്ച് തുടങ്ങണം. കാരണം അത് വളരെയധികം ഉപകാരമുള്ളൊരു കാര്യമാണ്. എന്നാൽ സാധാരണ ജനങ്ങളായാലും ജ്യോത്സ്യനായാലും പഠിക്കുന്ന ഒരാളായാലും AI-നെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ടുള്ള രീതിയിൽ പ്രവചനങ്ങൾ കാര്യങ്ങൾക്കും പോകരുത്. കാരണം ഇപ്പോൾ AI യൂസ് ചെയ്യണ ബാക്കി എല്ലാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കറിയാം AI-ക്ക് കൊടുക്കുന്ന പ്രോംപ്റ്റ് അനുസരിച്ചാണ്. ആ പ്രോംപ്റ്റ് വളരെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരെണ്ണം അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് തെറ്റുകൾ വരാം. AI പല കാര്യങ്ങൾ അവിടെ നിന്ന് കണക്ട് ചെയ്തിട്ടൊക്കെ പറയാം. അപ്പോൾ സ്പെസിഫൈഡ് ആയിരിക്കണം. പിന്നെ നമ്മൾ പറയുന്ന ഒരു കാൽക്കുലേഷൻ ചെയ്യാനായിട്ടുള്ള AI-ക്ക് കപ്പാസിറ്റി ഉണ്ടാവണം, ആ നോളജ് AI-ക്ക് ഉണ്ടാവണം, അത് ഉറപ്പിക്കണം. അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഗ്രഹങ്ങളുടെ ഡിഗ്രി, ഇപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഇപ്പോൾ KP സിസ്റ്റത്തിലെ ഈ സാധനങ്ങളൊക്കെ AI-ക്ക് അറിയൂ. നമ്മൾ ഈ ഒരു ടൈമും ഡേറ്റും കൊടുക്കുമ്പോൾ AI-ക്ക് KP സിസ്റ്റം അറിയില്ലെന്ന് എങ്ങനെ അറിയാം? അപ്പോൾ അതറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുത്താലും ആ കാൽക്കുലേഷൻ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻ നടത്താനായിട്ട് AI-ക്ക് പറ്റുമോ എന്ന് വെച്ചാൽ പറ്റില്ല എന്നല്ല, പക്ഷെ അത് അത്രയും ഡീറ്റെയിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം AI-നെ ഈ ജ്യോത്സ്യത്തിന് മാത്രം ഉണ്ടാക്കിയതല്ലല്ലോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ പ്രശ്നമാർഗം ഈ KP സിസ്റ്റം ഒക്കെ പഠിക്കാനായിട്ടുള്ള ഒരു മാർഗത്തിൽ ഉണ്ടായതല്ല. ഞാനിപ്പോൾ AI വെച്ചിട്ട് ഒരുപാട് നാളായിട്ട്, 1 വർഷത്തോളമായിട്ട് ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജ്യോതിഷത്തിന്, ഈ ഫലപ്രവചനങ്ങൾക്ക്, കാര്യങ്ങൾക്ക്, ജാതകം, ഇതിനെല്ലാം AI ഉപയോഗിച്ചുകൊണ്ട് എത്രമാത്രം നമുക്ക് ഗുണമുണ്ടാവും എന്നുള്ളത്. അപ്പോൾ നോക്കുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ പ്രോംപ്റ്റൊക്കെ റെഡിയാക്കി നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും കാര്യങ്ങളെല്ലാം വിട്ടു കൊടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ AI കാൽക്കുലേറ്റ് ചെയ്യണ ദശാബഹാരകാലങ്ങളും ഒക്കെ തെറ്റാ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഇവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ അറിയില്ല. അല്ലെങ്കിൽ വെസ്റ്റേൺ ആസ്ട്രോളജി, പല ആസ്ട്രോളജികളും മിക്സ് ചെയ്തിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രശ്നമാർഗവും ഈ KP സിസ്റ്റവും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ് അങ്ങനെ ഒന്ന് ട്രെയിൻ ചെയ്ത് വന്നിട്ട് പോലും
നമ്മൾ ഒരൊറ്റ പോയിന്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഇന്ന ഡേറ്റ് ടൈം കാര്യങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ട് ഇനി നോക്കുമെന്ന് പറയുമ്പോഴും ശരിയാകുന്നില്ല. നമ്മൾ തന്നെ കൂടുതൽ ഡാറ്റ അതിന് കൊടുക്കണം. ഇപ്പോൾ ദശ ഇതാണ്, അപഹാരം ഇതാണ്, ഇത്രോട്ട് ഈ ടൈം വരെ ഗ്രഹങ്ങളെ പൊസിഷൻ ഇതാണ് എന്നിങ്ങനെ. ഇപ്പോൾ ഇന്നത്തെ ടൈം ഇതും കൂടി ഈ ടൈമിലെ പ്ലാനറ്റ്സ് ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും അതിന് തെറ്റുപറ്റുന്നുണ്ട്. വളരെയധികം തെറ്റുപറ്റിയിട്ടാണ് മിസ്റ്റേക്കിൽ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ നമ്മളൊരു പ്രശ്നം നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ 12 രാശികളും പഠിപ്പിച്ചു കൊടുത്തിട്ടും ഒരു പ്രശ്നം കിട്ടിയ ആരോടും ഇതാണ് അതിൽ നിന്ന് ബാക്കി ഗ്രഹങ്ങളുടെ പൊസിഷൻ അയച്ചു കൊടുത്തിട്ടും കാൽക്കുലേറ്റ് 7-ാം ഭാവം എന്നുകൊണ്ട് പറയുന്നത് 10-ാം ഭാവമായിരിക്കും തെറ്റിപ്പോവുക. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ വളരെയധികം ട്രെയിൻ ചെയ്തതിനെ പഠിപ്പിക്കണം. അപ്പോൾ നമ്മൾ വെറുതെ നേരെ ഈ AI എടുത്തു, നമ്മൾ ബാക്കി ഡീറ്റെയിൽ കൊടുത്തു, നമ്മളിത് വെച്ച് നമുക്കൊരു ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞാൽ ഒരു സൈഡായിട്ട് നമുക്കൊരു ഹെൽപ്പിനൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തുന്നുണ്ട്. അപ്പം മിസ്റ്റേക്ക് വരാണ്ടിരിക്കാൻ നമ്മൾ ആ AI നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഈ ഫുൾ ഡാറ്റ ഇതിനെ പഠിപ്പിച്ചെടുത്ത് നമ്മൾ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ ഡെയിലി ഓരോ പ്രശ്നമോ ജാതക വിശകലനമൊക്കെ വരണ സമയത്ത് എല്ലാം ഒരേ സമയം ഞാൻ ഇവിടെയും നോക്കും, ഒരേ സമയം ഫുൾ ഡാറ്റ കൊടുത്തുകൊണ്ട് ChatGPT കൊണ്ടും നമ്മൾ നോക്കും. അപ്പം അങ്ങനെ നോക്കണ സമയത്ത് അതിന് വരുന്ന മിസ്റ്റേക്കുകൾ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനൊരു മിസ്റ്റേക്ക് വന്നു, ഇനി ഇത് വരാതെ ഫ്യൂച്ചറിൽ ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ് ശരിയാക്കി കൊടുക്കുമ്പോൾ ഡേ ബൈ ഡേ ബെറ്ററായി വരുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് നല്ല രീതിയിൽ ബെറ്റർ ആക്കി എടുത്തതിന് ശേഷം അതിനെ നമുക്ക് ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് എന്താണ് ഇതിൽ നിന്നുള്ള സപ്പോർട്ട് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ഫലം നോക്കണ സമയത്ത് ഒരാളുടെ ആരോഗ്യ പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അങ്ങനെ എടുക്കണ സമയത്ത് പ്രമാണങ്ങൾ ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി ചിലപ്പോൾ 10 പ്രമാണം ഉണ്ടെന്ന് വിചാരിക്കുക, 10 രീതിയിൽ ഇതിനെ നോക്കണം എന്ന് വിചാരിക്കുക. നമ്മൾ നോക്കി, അപ്പോൾ ഹ്യൂമൻ ബ്രെയിനൊരു കപ്പാസിറ്റിയുടെ ഒരു ഇതുണ്ടല്ലോ. ചിലപ്പോൾ നമ്മൾ അന്ന് ഇരിക്കുന്നത് ടെൻഷനിലായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉറക്കക്കുറവായിരിക്കാം, വിശന്നിരിക്കായിരിക്കാം ഭക്ഷണം കഴിക്കാണ്ട്. അപ്പം നമ്മൾ പലതും വിട്ടുപോവാം, പലതും കൂടുതൽ ശ്രദ്ധിക്കാണ്ട് വരാം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ വിട്ട് ബാക്കിയുള്ള എടുത്ത് പിടിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതേ സംഭവം ഇതിനോട് ചോദിക്കുമ്പോൾ ഇതെല്ലാം 10 എണ്ണത്തിനും കൃത്യമായിട്ട് അനലൈസ് ചെയ്തൊരു പെർസെൻറ്റേജ് രൂപത്തിൽ പറയും. അപ്പോൾ നമ്മൾ ഒരേ സമയം ഇവിടെയും നോക്കണം. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന അതായിരുന്നു പറഞ്ഞത്, ഒരേ സമയം നമ്മൾ ഇവിടെ പ്രശ്നവും കാര്യങ്ങളെല്ലാം നോക്കി നമ്മളൊരു ഡിസിഷനിൽ ഇവിടെ എത്തിയതിന് ശേഷം ഇതിൽ നോക്കണ സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് വിട്ടുപോയി, ശ്രദ്ധിക്കപ്പെടാണ്ട് വിട്ടുപോയത് എന്താണെന്ന് നമുക്ക് ഇവിടെ നോക്കാം. അത് നോക്കി കുറച്ചുകൂടി നമുക്ക് ആക്യുറസിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യനാണ്. ജ്യോതിഷം എന്ന് പറയുമ്പോൾ മനുഷ്യനാണ്, ബ്രെയിൻ നമ്മുടെ സ്വന്തം ബ്രെയിൻ ഉപയോഗിച്ചാണ്. എത്ര മെമ്മറി ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വീട്ടിലിപ്പോൾ ഒരു ദിവസം ഒരു വീട്ടിൽ തല്ലൂട്ടം കഴിഞ്ഞിട്ട് പ്രശ്നം വയ്ക്കുക അതെന്നുണ്ടെങ്കിൽ ശ്രദ്ധ പോയി. അപ്പോൾ നമ്മുടെ ശ്രദ്ധക്കുറവിനെ മാനേജ് ചെയ്യാനും ഒരേ ടൈമിൽ ഇത്ര പ്രമാണങ്ങളെ കാൽക്കുലേറ്റ് ചെയ്യണതിലൊക്കെ കുറച്ചും കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇതിന് സാധിക്കും. അപ്പം അങ്ങനെ ഒരു ഉപകാരം മാത്രമാണ് ഈ AI കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ളത്. അതല്ലാതെ കംപ്ലീറ്റ് ഇപ്പോൾ നമ്മൾ പ്രശ്നം വെച്ചു, നമുക്ക് ചിന്തിക്കാൻ മടി, നേരെ മൊത്തം ഡാറ്റയിൽ ഇട്ട് കൊടുത്തു, പ്രവചിച്ചോ എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നാൽ അത് ചേരുന്ന പ്രവചനം മൊത്തം തെറ്റായിരിക്കും. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. നമ്മളിവിടെ വയ്ക്കണം, അവിടെയും നോക്കണം. അപ്പം അവിടെ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. അതുകൂടാതെ ഇതായിട്ട് ബന്ധമില്ലാത്ത എന്തെങ്കിലും പൊട്ടത്തെറ്റ് അത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ തെറ്റിന് നമ്മൾ ക്ലിയർ ചെയ്യുക, ഇനി തെറ്റ് ആവർത്തിക്കാതെ നോക്കുക, ഇതല്ല ഇതിൽ വേണ്ടതെന്ന് പറഞ്ഞ് അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. അപ്പം അങ്ങനെ നിങ്ങൾ ടെക്നോളജി യൂസ് ചെയ്യേണ്ട ഒരു ജോലിസിനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വളരെയധികം ഉപകാരം ഉണ്ടാവും AI വെച്ച്. പക്ഷേ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ച് കൊണ്ടുവരണം. കുറച്ച് സമയം എടുക്കും. ആദ്യമേ തൊട്ട് നമ്മൾ ഇതിനെ വിശ്വസിച്ച് ഇങ്ങനെ നിൽക്കരുത്, കുറേ സമയം എടുക്കും. ഒരുപാട് ട്രെയിൻ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നാൽ നമുക്കൊരു സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് ഉപകരിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഫ്യൂച്ചർ എന്താണ് ജ്യോതിഷത്തിൻ്റെ എന്ന് ചോദിക്കുമ്പോൾ AI വെച്ചിട്ട് വളരെയധികം വലിയൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. ആളുകൾ വിചാരിക്കും ജ്യോത്സ്യന്മാർ ഇതോടുകൂടി ഔട്ടായി പോവും, ഇനി AI വെച്ചിട്ട് ജ്യോത്സ്യം മതി, ഇനി ആർക്കും ജ്യോത്സ്യനൊന്നും വേണ്ടാന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഈ AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജ്യോതിഷന്മാർക്ക് ഇതിന് ഇനി അപ്ഡേറ്റ് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര അധികം കൂടിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ നമുക്ക് വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഗ്രഹങ്ങളുടെ ഡിഗ്രികൾ കണ്ടുപിടിക്കാനുള്ള സാധ്യതകൾ വന്നു. നമുക്കിപ്പോൾ പഴയ പോലെ അല്ല, നമുക്കിപ്പോൾ ഒരു 1000, 10,000, 1,00,000 പേരുടെ ജാതകം എടുത്ത് അവരുടെ ജീവിതങ്ങളെടുത്ത്
അനലൈസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് വരെ ഉണ്ട്. ഇനി അനലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇതല്ല, ഈ ഒരു 1,00,000 പേരുടെ ഈ ജാതകവും ഹൊറോസ്കോപ്പും എല്ലാം നമ്മൾ ഉപയോഗിച്ച് എഐക്ക് കൊടുത്ത് നമ്മുടെ ബ്രെയിൻ കൊണ്ട് കുത്തിയിരുന്ന് നമ്മൾ എഴുതി പഠിച്ച് ചെയ്യേണ്ട പോലെ ആവശ്യമില്ല. എഐ ഇതിനെ അനലൈസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഇതിൻ്റെ പ്രോബബിലിറ്റി കാര്യങ്ങളെല്ലാം കൂട്ടാനായിട്ടുള്ള ഹെൽപ്പ് നമുക്ക് ചെയ്യും. അപ്പോൾ നമുക്കൊരു ആസ്ട്രോളജിക്ക് 90-95% ആണ് ഇപ്പം നമ്മുടെ ആസ്ട്രോളജിക്ക് 90-95% ആണ് ആക്യുറസി എന്നുണ്ടെങ്കിൽ നമുക്കതിനി ഈ എഐ വെച്ചിട്ട് നമുക്ക് ഇതിനെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 100%ലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ 100 എത്തൽ ബുദ്ധിമുട്ടാണ്. കാരണം 100 എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണ കാര്യം ഉറപ്പായിട്ട് നടക്കുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെയല്ലല്ലോ, നമുക്ക് വിധിയെ മാറ്റാനും നമുക്ക് സാധ്യതകളുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ആക്യുറസി ഭയങ്കര ഹൈ ആയിരിക്കുക. അപ്പം അങ്ങനെ ഉള്ളൊരു സാധ്യത ഇതിൽ നന്നായിട്ടുള്ളത് കൊണ്ട് ഇനി അങ്ങനത്തെ രീതിയിലുള്ള പഠനങ്ങളും കാര്യങ്ങളായിട്ട് എല്ലാവരും മുന്നോട്ട് പോട്ടെ. ബാക്കി ചില ജ്യോത്സ്യന്മാർക്ക് ഇത് കാണുമ്പോൾ ദേഷ്യമൊക്കെ തോന്നാം, ഇഷ്ടക്കുറവ് വരാം. അവരൊക്കെ പറയും ഇപ്പോൾ പറയണതും ചെയ്യണതും ഇതെല്ലാം 100% കൺഫേം ആണ്, ഇതാണ് ഈ പറയുന്നതൊന്നും ശരിയല്ല, ഇതിന് അപ്ഡേഷൻ ഒന്നും നടത്തണ്ട. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് വരാഹമീരനിൽ നിന്ന് തുടങ്ങി പരാശര മഹർഷി, ഭൃഗു, ഹരിദത്ത, നാരായണ, കൃഷ്ണമൂർത്തി എന്ന് തുടങ്ങി ഇവരൊക്കെ അപ്ഡേഷൻ നടത്തിക്കൊണ്ടുവന്നൊരു സംഭവമാണിത്. അപ്പം ഇനിയും അപ്ഡേഷൻസ് നമുക്ക് നടത്താം. ഇതിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കി ആക്യുറസി കൂട്ടാനായിട്ടുള്ള അപ്ഡേഷൻസ് നടത്തി പോവാം. അപ്പം അങ്ങനത്തെ രീതിയിൽ നമുക്ക് അപ്ഡേഷൻ നടത്തി എഐയും കൂടി യൂസ് ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെയധികം ആക്യുറസിയിൽ ഇനി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.